വളരെ സരസനും രസികനുമായ ഒരു പാസ്റ്ററുണ്ട്. നിങ്ങളൊരു പക്ഷേ സാമൂഹ്യ മാധ്യമത്തിലൊക്കെ എപ്പോഴും കാണുന്നതാണ്. പലരും അദ്ദേഹത്തെ അനുകരിക്കാറുണ്ട് പല പ്രോഗ്രാമുകളിലും. ഒരു സവിശേഷമായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ആ വേഷഭൂഷാദികളും അവതരണവും എല്ലാം വളരെ ഭംഗിയും രസകരവുമാണ്. അതിന്റെ വളരെ വിചിത്രമായ ഒരു വീഡിയോ ഞാൻ ഇന്നലെ യാത്രക്കിടയിൽ കാണാനിടയായി. അത് കണ്ടപ്പോൾ അദ്ദേഹം ഒരു ചടങ്ങിന്റെ കാര്യമാണ് പറയുന്നതെങ്കിലും എനിക്കതിലേക്ക് മറ്റു ചില ഓർമ്മകൾ കൂടി വന്നു. അത് ചിന്തിക്കേണ്ടതാണെന്നുള്ളത് കൊണ്ട് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുന്നതേ ഉള്ളൂ. കണ്ടോളൂ. വിമാന ശുശ്രൂഷ കഴിഞ്ഞ് ഭക്ഷണത്തിനൊക്കെ ഇരിക്കുമ്പോ പിന്നെ നിങ്ങൾ പാട്ട് പാടരുതെന്നാണ് എന്റെ അഭിപ്രായം. എത്ര പാട്ട് നിങ്ങൾ പാടി നിങ്ങൾക്ക് കാശ് കൊടുക്കണം. അതിനവരെ വിളിച്ചത് വിളിക്കുന്നവരോടാ പറഞ്ഞത്, അവരെ കൊണ്ട് പിന്നെ പാടിപ്പിക്കരുത്. മനുഷ്യനൊന്ന് സംസാരിക്കാൻ ഇത് എന്തായാലും ഭക്ഷണം ഇരിക്കുമ്പോ കിടന്ന് കുഴയെന്ന് കണ്ടിട്ടില്ലേ? പിന്നെ അടുത്തിരിക്കുന്നത് എല്ലാം കലാമണ്ഡലത്തിൽ നിന്ന് വന്നതുപോലെ ഭക്ഷണം കഴിക്കാനും വർത്താനം പറയാം. ഇത് കാരണം കേൾക്കാൻ മേലെന്ന്. അതല്ല, എനിക്ക് പാട്ട് പാടിയേ ഓക്കൂ, അല്ലെ വിളിക്കുന്നവര് പാട്ട് പാടിച്ചേ വിടൂ എന്നുള്ളവര് വളരെ ഓളിയം കുറച്ച് പാട്ട് പാടണം. തന്നാൽ ഈ പാട്ടുകാരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതുകളിതെല്ലാം കഴിഞ്ഞ പിന്നെ എച്ചില് തിന്നാനാ ചെല്ലുന്നത്. ഇദ്ദേഹം പറഞ്ഞത് ഈ ശുശ്രൂഷ ചടങ്ങുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വെച്ച കാര്യമാണ്. ഇപ്പം നമ്മുടെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഓഡിറ്റോറിയം കല്യാണങ്ങളിൽ നല്ലൊരു ശതമാനം കല്യാണങ്ങളിലും ഇച്ചിരി സാമ്പത്തികമുള്ളവരൊക്കെ ആണെങ്കിൽ, ഹിന്ദു കമ്മ്യൂണിറ്റിയിലും ഉണ്ട് ഈ നാദസ്വര കച്ചേരി, അതിന്റെ ഭാഗമായിട്ടൊക്കെ അതൊക്കെ സാമ്പത്തികമുള്ളവരാണ് വളരെ നേരത്തെ 10-11 മണി മുതൽ ഈ സംഗതി ഇട്ടിങ്ങനെ അടിച്ചു പൊളിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്നറിയോ? ഈ ഓഡിറ്റോറിയങ്ങളിലൊക്കെ കല്യാണത്തിന് വരുമ്പോഴാണ് കുറച്ച് മനുഷ്യരെങ്കിലും ഈ മുഖാമുഖം കാണുന്നത്. അപ്പൊ അവരടുത്തിരുന്ന് അവരുടെ വിശേഷങ്ങൾ സംസാരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇറങ്ങി സംസാരിക്കുകയോ ഒക്കെ ചെയ്യാൻ കഴിയാത്ത വിധം കാതടപ്പിക്കുന്ന ശബ്ദത്തിലാണ് ഈ പാട്ടും സംഗീതവും എല്ലാം ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചിരിക്കുന്നത്. ഓഡിറ്റോറിയം AC ആണ്. അപ്പോൾ അതിന്റെ ഒരു സംഗതിയുടെ കൂടെ ഈ സൗണ്ട് കൂടിയാവുമ്പോൾ ഭയങ്കര ശബ്ദായമാനമായ ഒരു ലോകത്തുനിന്ന് ഒരു ഒത്തുകൂടലിന് ഒത്തുചേരുകയാണ് മനുഷ്യർ. അപ്പോൾ ഒന്നെങ്കിൽ ഈ പാസ്റ്റർ പറഞ്ഞ പോലെ എല്ലാവരും കഥകളി പോലെ സംസാരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഒരു മൂത്തുമ്മ അല്ലെങ്കിൽ ഒരു അപ്പച്ചി നമ്മളെ ഇരുന്നുകൊണ്ട് കൈ കാണിച്ചു. നമ്മൾ ഈ അപ്പച്ചി പറയുന്ന എന്തെങ്കിലും കേൾക്കണമെങ്കിൽ നമ്മൾ ജിറാഫ് കഴുത്ത് നീട്ടുന്നത് പോലെ നീട്ടി ആ വായയുടെ അവിടെ വെക്കണം. തിരിച്ചും അങ്ങനെ പറയണം. എത്ര നേരം അങ്ങനെ സംസാരിക്കാൻ വെക്കും? അപ്പോൾ വളരെ പെട്ടെന്ന് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യും. പറയുന്ന ആള് പറയാനും കേൾക്കുന്ന ആള് കേൾക്കാനും മെനക്കെടാറില്ല. ഇതൊരു വലിയ ദുരന്തമാണ്, ഈ ശബ്ദമലിനീകരണത്തിന്റെ ദുരന്തം. അതേസമയം ആ ഓഡിറ്റോറിയം ശാന്തമാണെങ്കിൽ എത്ര ഭംഗിയായി കുറച്ച് സമയമെങ്കിലും മനുഷ്യർ സംസാരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ കുശലം പറയും, വിവരങ്ങൾ അന്വേഷിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് മിണ്ടുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഇതില്ലാതാക്കി കളയുക ചെയ്യുന്നു. ഇനി അത് നിർബന്ധമാണെങ്കിൽ വളരെ ഫീബിളാക്കി വെക്കൂ. അതായത് വളരെ ആക്റ്റീവായി ലിസൺ ചെയ്യുന്ന ആളിന് മാത്രം കേട്ടാൽ മതി. ഇപ്പോൾ ഒരാൾക്ക് സംഭാഷണത്തിലൊന്നും താല്പര്യമില്ല, ആരോടും അടുത്തിരിക്കുന്നവരോട് പോലും മിണ്ടാൻ താല്പര്യമില്ലെങ്കിൽ അദ്ദേഹം അത് ശ്രദ്ധിച്ചോട്ടെ. എന്തായാലും വിളിച്ചത് സിനിമ കാണാനല്ലല്ലോ, അത് തിയേറ്റർ അല്ലല്ലോ. സിനിമയിലാണെങ്കിൽ അതിന് നിശബ്ദതയൊക്കെ ഉണ്ട്. ഇത് ഒരു ഹാപ്പി എന്താ പറയുന്നത്, ഒരു കളക്ടിവൈസേഷൻ അല്ലേ, ഒരു കൂട്ടായ്മയല്ലേ. ഏതായാലും അത് ഇദ്ദേഹം പറഞ്ഞപ്പോൾ എന്റെ ചിന്തയും അതിലേക്ക് പോയി. അതുകൊണ്ടൊന്ന് പങ്കുവെച്ചു.